CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നവകേരള സദസ് യാത്രയിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയുള്ള പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് പോലീസ് സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു. കിഴൂർ മലയിലെ വൻ വാറ്റുകേന്ദ്രം ചെർപ്പുളശ്ശേരി എക്സൈസ് നശിപ്പിച്ചു. 220 ലിറ്ററിന്റെ 2 ബാരലുകളിലായി സൂക്ഷിച്ചിരുന്ന 400 ലിറ്ററോളം വാഷാണ് നശിപ്പിച്ചത്. മദ്യപിച്ച് വാഹനമോടിച്ചതിന് ലോറി ഡ്രൈവർക്കെതിരെ നാട്ടുകൽ പോലീസ് കേസെടുത്തു. അക്കളി പുളിയറ സ്വദേശി അനന്തുവിനെതിരെയാണ് കേസ്. നവകേരള സദസ് യാത്രയിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയുള്ള പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ചെർപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് പോലീസ് സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു. ചെർപ്പുളശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചെർപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് ട്രഷറിക്ക് മുൻപിലായി പോലീസ് തടഞ്ഞു. ചെർപ്പുളശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് P. അക്ബർ അലി അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി KM ഇസ്ഹാഖ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്കറിയാം, കണ്ണൂരിൽ വെച്ചാണ് ഈ അക്രമത്തിന്റെ തുടക്കം. കണ്ണൂരിൽ നമ്മുടെ നേതാക്കളായ നമ്മുടെ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകന്മാരെ തുറുങ്കിലടക്കുകയാണ്, കരുതൽ തടങ്കൽ എന്ന് പറഞ്ഞ്. അവരെ കരുതൽ തടങ്കലിൽ അടക്കുമ്പോൾ അത് ചോദ്യം ചെയ്ത യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രവർത്തകന്മാർ ജനാധിപത്യ രീതിയിൽ എക്കാലവും ഇന്ത്യ രാജ്യത്ത് അംഗീകരിച്ചു പോകുന്ന കരിങ്കൊടി സമരത്തിന് നേതൃത്വം കൊടുത്തപ്പോ ആ കരിങ്കൊടി പിടിച്ച യൂത്ത് കോൺഗ്രസുകാരെ പോലീസ് പിടിച്ചു മാറ്റുകയാണ്. പോലീസ് പിടിച്ചു മാറ്റിയ യൂത്ത് കോൺഗ്രസുകാരെ പിന്നെ DYFIക്കാരാണ് വന്ന് കൈകാര്യം ചെയ്യുന്നത്. റോട്ടിൽ കണ്ട ചെടിച്ചട്ടി ഉപയോഗിച്ചാണ് തലമണ്ട അടിച്ചു പൊട്ടിക്കുന്നത്. ഹെൽമറ്റ് ഉപയോഗിച്ചാണ് KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകന്മാരെ മൃഗീയമായി ആക്രമിക്കുന്നത്. ആ DYFIക്കാരന് സംരക്ഷണം കൊടുക്കുകയാണ് കേരളത്തിലെ പോലീസ്. ഇത് നിങ്ങൾ തുടർന്നാൽ കേരളത്തിന്റെ ക്രമസമാധാന നില അപകടത്തിലാകുമെന്ന് ഓർമ്മപ്പെടുത്താനാണ് ഈ മാർച്ച്. DCC മെമ്പർ P. സ്വാമിനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി. പക്ഷെ 57-ലെ EMSന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ ഈ നാട്ടിലെ ഗതികെട്ട സഖാക്കൾ കാട്ടിക്കൂട്ടിയ തെമ്മാടിത്തത്തിന്റെ ഒരു പരമ്പരയുണ്ട്. അതിനെയാണ് സെൽ ഭരണം എന്ന് പറയുന്നത്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാ. ഒരു രാജ്യത്ത് കളവ് നടന്നാൽ അതിന് തീരുമാനമെടുക്കേണ്ടത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. ഒരു രാജ്യത്ത് ഒരു നിയമവിരുദ്ധ പ്രവർത്തനം നടന്നാൽ അതിന് തീർപ്പ് കൽപ്പിക്കേണ്ടത് ഏരിയ കമ്മിറ്റി സെക്രട്ടറി. കുറച്ചുകൂടി ഹൈ ലെവലിലുള്ള തോന്നിവാസം നടന്നാൽ അത് ജില്ലാ സെക്രട്ടറി. ഈ രാജ്യത്ത് നീതിയും നിയമവും ഇത്രയധികം നിഷേധിക്കപ്പെട്ട നാണം കെട്ടൊരു കാലഘട്ടം EMSന്റെ ഭരണ കാലഘട്ടത്തിലാണ് ഉണ്ടായത് എന്ന് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം പഠിച്ചവർക്കറിയാം. ഇന്ന് 57-ന്റെ തനിയാവർത്തനമാണ് ഈ രാജ്യത്ത് നടക്കുന്നത്.
പി സുപീഷ്, ഷമീർ ഇറക്കിങ്ങൽ എന്നിവർ പ്രസംഗിച്ചു. കൗൺസിലർമാരായ ശ്രീലജ വാഴക്കുന്നത്ത്, ഷീജ അശോകൻ, കെ രജനിയമ്മ, മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി വിനോദ് കുമാർ, വിനോദ് കളത്തൊടി, മണ്ഡലം പ്രസിഡന്റുമാരായ KMA ബാബു, പി പ്രകാശൻ, മൂസ പേങ്ങാട്ടിരി, ഹംസ വരമംഗലത്ത്, ഇന്ദു നാരായണൻ, അനീഷ് മുടിക്കുന്നൻ എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. കിഴൂർ മലയിലെ വൻ വാറ്റുകേന്ദ്രം ചെർപ്പുളശ്ശേരി എക്സൈസ് നശിപ്പിച്ചു. 220 ലിറ്ററിന്റെ 2 ബാരലുകളിലായി സൂക്ഷിച്ചിരുന്ന 400 ലിറ്ററോളം വാഷാണ് നശിപ്പിച്ചത്. ക്രിസ്തുമസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ചെർപ്പുളശ്ശേരി എക്സൈസ് ഇൻസ്പെക്ടർ സമീറും സംഘവും നടത്തിയ റെയ്ഡിൽ കിഴൂർ മലയിൽ നിന്നും വൻ വാറ്റുകേന്ദ്രം നശിപ്പിച്ചു. 220 ലിറ്ററിന്റെ 2 ബാരലുകളിലായി സൂക്ഷിച്ചിരുന്ന 400 ലിറ്ററോളം ചാരായം വാറ്റുവാൻ വേണ്ടി പാകപ്പെടുത്തി സൂക്ഷിച്ചിരുന്ന വാഷാണ് നശിപ്പിച്ചത്. റേഞ്ച് പരിധിയിൽ പരിശോധന ശക്തമാക്കുമെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു. CCN ചെർപ്പുളശ്ശേരി. തിരുവിഴാംകുന്ന് CPI-UP സ്കൂളിലെ സ്കൗട്ട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ പക്ഷി നിരീക്ഷണം സംഘടിപ്പിച്ചു. തിരുവിഴാംകുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിലേക്കായിരുന്നു പക്ഷി നിരീക്ഷണമായി യാത്ര സംഘടിപ്പിച്ചത്. പുലർച്ചെ 6 മണിക്ക് തുടങ്ങിയ നിരീക്ഷണം 9 മണിയോടെയാണ് സമാപിച്ചത്. സ്കൂളിലെ കുട്ടികൾ ചുറ്റുപാടുമുള്ള പക്ഷികളെ കണ്ടും കേട്ടും മനസ്സിലാക്കി. നഗ്നനേത്രങ്ങൾ ഉപയോഗിച്ചും ബൈനോക്കുലർ ഉപയോഗിച്ചും വിവിധ തരം പക്ഷികളെ നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്തു. 25ഓളം പക്ഷികളെയാണ് നിരീക്ഷിക്കാൻ കഴിഞ്ഞത്. വിജ്ഞാനപ്രദമായ ഒരു ഹോബി എന്നതിലുപരി പ്രകൃതിയിലെ ജൈവവ്യവസ്ഥയെക്കുറിച്ച് സൂക്ഷ്മമായി മനസ്സിലാക്കാനും പക്ഷി നിരീക്ഷണം സഹായിച്ചതായി വിദ്യാർത്ഥികളായ നിരഞ്ജൻ, ആദിദേവ്, അബാൻ ഷാഫി, ബാസിദ് എന്നിവർ പറഞ്ഞു. 6 സ്കൗട്ട് 6, 5, 6, 7 എന്നീ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളാണ് ഇതിൽ പങ്കുചേർന്നിരിക്കുന്നത്. ബൈനോക്കുലർ എന്നിവ ഉപയോഗിച്ചാണ് ഞങ്ങൾ പക്ഷികളെ നിരീക്ഷിച്ചത്. ബുൾബുൾ അങ്ങനെ നിരവധി പക്ഷികളെ ഞങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിച്ചു. തിരുവിഴാംകുന്നിലെ പക്ഷി നിരീക്ഷകനും അധ്യാപകനുമായ രഞ്ജിത്ത് ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പക്ഷി നിരീക്ഷണം നടത്തിയത്. മറ്റു പക്ഷി നിരീക്ഷകരായ യഹിയ ഹാറൂൺ, ആര്യകുമാരൻ, സ്കൗട്ട് മാസ്റ്റർ ജയചന്ദ്രൻ ചെത്തല്ലൂർ എന്നിവരും കൂടെയുണ്ടായിരുന്നു. CCN ചെത്തല്ലൂർ. കോട്ടോപ്പാടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കോട്ടോപ്പാടം 1 വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി P. അഹമ്മദ് അഷറഫ് ധർണ ഉദ്ഘാടനം ചെയ്തു. നവകേരള യാത്രയൊക്കെ നടത്തുകയുണ്ടായി. ആ നവകേരള യാത്രയിൽ ഒരുപാട് പരാതികൾ വന്നു. അതിൽ ഏറ്റവും കൂടുതൽ പരാതികൾ പല സ്ഥലത്തും ഞങ്ങളാരും അതിൽ പങ്കെടുത്തിട്ടില്ല. ആ ജാഥ എന്ന് പറയുന്നത് ഞങ്ങൾ ആദ്യം പോലെ പറയുന്നത് ഇത് 2024 നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഇടതുപക്ഷത്തിന്റെ ഒരു പ്രചരണ ജാഥ മാത്രമാണ്, അല്ല നവകേരള ജാഥയല്ല. പക്ഷെ ആളുകളോടൊക്കെ പറഞ്ഞു, നവകേരള ജാഥയിൽ വന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ പറ്റും. മണ്ണാർക്കാടും വന്നിട്ട് പറയണു. മണ്ണാർക്കാട് MLA ഷംസുദ്ദീൻ ഈ ചടങ്ങിൽ വന്ന് കുറേ കാര്യങ്ങൾ പറയേണ്ടതായിരുന്നു. മണ്ണാർക്കാടിൻ്റെ റോഡിനെ സംബന്ധിച്ച്, മണ്ണാർക്കാട്ടെ പാലങ്ങളെ സംബന്ധിച്ച്, മണ്ണാർക്കാട്ടെ മലയോര മേഖലയിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ചൊക്കെ. പാരമ്പര്യമായി കൈവശമുണ്ടായിരുന്ന സ്ഥിരമായി നികുതി അടച്ചിരുന്ന കോട്ടോപ്പാടം 1 വില്ലേജിലെ അമ്പലപ്പാറ, കാപ്പുപറമ്പ്, ഇരട്ടവാരി, കരടിയോട് ഭാഗങ്ങളിലെ കൃഷിഭൂമികൾക്ക് വില്ലേജ് ഓഫീസർ കരമടച്ചു കൊടുക്കാത്ത നടപടിയിൽ പ്രതിഷേധിച്ചും എത്രയും പെട്ടെന്ന് ആ ഭൂമികളുടെ കരമടയ്ക്കാനുള്ള നടപടി ആരംഭിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത്. DCC ജനറൽ സെക്രട്ടറി P. അഹമ്മദ് അഷറഫ് ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ മനച്ചിത്തൊടി അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി PR സുരേഷ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട്, CJ രമേശ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ മനച്ചിത്തൊടിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസർക്ക് നിവേദനവും സമർപ്പിച്ചു. CCN ചെത്തല്ലൂർ. മദ്യപിച്ച് വാഹനമോടിച്ചതിന് ലോറി ഡ്രൈവർക്കെതിരെ നാട്ടുകൽ പോലീസ് കേസെടുത്തു. അകളി പുളിയറ സ്വദേശി അനന്തുവിനെതിരെയാണ് കേസ്. ദേശീയപാത ആര്യമ്പാവ് അരിയൂരിൽ വെച്ച് ലോറിയിൽ നിന്ന് ഓയിൽ ചോർച്ച കണ്ട് നാട്ടുകാർ ലോറി തടഞ്ഞിട്ട് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തിയപ്പോഴാണ് ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. ദേശീയപാത അരിയൂരിൽ ലോറിയിൽ നിന്ന് ഓയിൽ പരന്ന ഭാഗം അഗ്നിരക്ഷാസേനയും പോലീസും ചേർന്ന് വൃത്തിയാക്കി. മണ്ണാർക്കാട് ഭാഗത്തു നിന്നും പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോവുകയായിരുന്നു ലോറി. ഹൈവേ പോലീസാണ് ആദ്യം പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് തുടർന്ന് നാട്ടുകൽ പോലീസിന് കൈമാറിയത്. CCN ചെത്തല്ലൂർ.
നാട്ടുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് ബഹുജന മാർച്ച് നടത്തി. മാർച്ച് പോലീസ് തടഞ്ഞതോടെ ഉന്തും തള്ളുമായി. പ്രതിഷേധം DCC സെക്രട്ടറി PR സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സമാധാനപരമായി സമരം നടത്തുന്ന യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിക്കാൻ പോലീസ് DYFI ഗുണ്ടകളെ കയറൂരിവിട്ട പിണറായി സർക്കാരിനെതിരെ ഏതു തരത്തിലുള്ള സമരം നടത്താനും കോൺഗ്രസ് തയ്യാറാണെന്ന് DCC സെക്രട്ടറി PR സുരേഷ് പറഞ്ഞു. നമ്മുടെ പ്രവർത്തകരെ സംയമനം പാലിച്ചിട്ടാണ് ഈ മാർച്ചിൽ പങ്കെടുത്തിട്ടുള്ളത്. സംയമനം പാലിച്ചുകൊണ്ട് തന്നെ ഈ മാർച്ച് അവസാനിക്കും. പക്ഷെ അന്തിമമായിട്ടൊന്ന് പറയുന്നു, സ്വഭാവം ഞങ്ങളത് മാറ്റാനുള്ള നിങ്ങൾ വെക്കരുത്. അത് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഇനിയും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ പരിപാടി 23-ാം തീയതി കഴിഞ്ഞാലും കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരും മുഴുവൻ മന്ത്രിമാരും കേരളത്തിൽ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കരിങ്കൊടി കാട്ടിയിരിക്കും. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. ഞങ്ങളെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും കരിങ്കൊടിയുമായിട്ട് വരും. പക്ഷെ ആ കരിങ്കൊടിയുടെ തലപ്പത്ത് ഞങ്ങളെ സംരക്ഷിക്കാനുള്ള നിങ്ങളത് പറഞ്ഞതുപോലെ സുരക്ഷ ചെയ്യാനുള്ള സംവിധാനവും കൂടി ഞങ്ങൾ വെക്കും. അത് നല്ല ആലോചിച്ച് ഞങ്ങളെ മുമ്പിൽ വന്നാൽ മതി എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട്, എത്ര തിരക്കുള്ള ദിവസമായിട്ട് പോലും ഇന്ന് ഒരൊറ്റ ദിവസത്തെ ആഹ്വാനം കൊണ്ട് ഇന്ന് ഈ നാട്ടുകൽ സ്റ്റേഷന്റെ മുമ്പിലേക്ക് വന്ന കർമ്മധീരനായ കോൺഗ്രസിന്റെ വളണ്ടിയർമാരെ പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് തച്ചനാട്ടുകര, എടത്തനാട്ടുകര, അലനല്ലൂർ, കോട്ടോപ്പാടം എന്നീ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് നാട്ടുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത്. മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് അധ്യക്ഷത വഹിച്ചു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻതോട്ടം, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ്മാരായ കൃഷ്ണദാസ്, വേണുഗോപാൽ, ഉമ്മർ മനച്ചിത്തൊടി, ഭരതൻ വാഴക്കാട് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. CCN ചത്തല്ലൂർ. വടക്കൻ വെള്ളിനേഴി കാട്ടിൽ അയ്യപ്പസ്വാമി ക്ഷേത്രോത്സവം ബുധനാഴ്ച വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, വിശേഷാൽ പൂജ എന്നിവയോടെ തുടങ്ങും. ശുക്കപുരം ദിലീപും 100-ൽ പരം കലാകാരന്മാരും അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം വെള്ളിയാഴ്ച വൈകിട്ട് അരങ്ങേറുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ വിശദീകരണ യോഗത്തിൽ പറഞ്ഞു. തന്ത്രി NA കുമാരസ്വാമി ഭട്ടതിരിപ്പാട് മുഖ്യ കാർമ്മികനാകും. ഉത്സവ ദിവസങ്ങളിൽ രാവിലെ പ്രത്യേക വിശേഷാൽ പൂജകൾ ഉണ്ടാകും. 21-ന് ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, നൃത്തനൃത്യങ്ങൾ എന്നിവയും തിരുവാതിരക്കളിയും ക്ഷേത്രത്തിലെ ബ്രഹ്മരക്ഷസിന് പ്രത്യേക പൂജയും നടക്കും. 22-ന് വെള്ളിയാഴ്ച രാവിലെ നവകം, പഞ്ചഗവ്യം, വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക് എന്നിവയ്ക്ക് ശേഷം വീരനാട്യം, കൈക്കൊട്ടിക്കളി, തുടർന്ന് ശുകപുരം ദിലീപും 100-ൽ പരം കലാകാരന്മാരും അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളവും അരങ്ങേറും. സമാപന ദിവസമായ 23-ന് ശനിയാഴ്ച രാവിലെ നെയ്യഭിഷേകം, ഗണപതി ഹോമം, ഉച്ചയ്ക്ക് 12-ന് അന്നദാനം, തുടർന്ന് ആലുംകുണ്ടിൽ കറുപ്പനാശാൻ സ്മാരക അയ്യപ്പൻ വിളക്ക് സംഘം അവതരിപ്പിക്കുന്ന അയ്യപ്പൻ വിളക്കാഘോഷം എന്നിവയും ഉണ്ടാകും. വെളിച്ചപ്പാട്, താലം, ചെണ്ട, വാദ്യം എന്നിവയുടെ അകമ്പടിയിൽ പാലക്കൊമ്പിനായി എഴുന്നള്ളിപ്പ് നടക്കും. പറക്കുന്ന അംഗൻവാടി പരിസരത്ത് നിന്ന് പാലക്കൊമ്പ്, തിരിച്ചെഴുന്നള്ളിപ്പ്, നൃത്തച്ചവിട്ട്, വെട്ടുംതടവും, കനൽച്ചാട്ടം, വാൾപ്പായറ്റ്, തായമ്പക എന്നിവയും ഉണ്ടാകും. ഉത്സവത്തിന്റെ ഭാഗമായി ബുധനാഴ്ച വൈകുന്നേരം ശുദ്ധിയാരംഭം, നിറമാല, ചുറ്റുവിളക്ക് എന്നിവയും, വെള്ളിനേഴി നാരായണൻ അവതരിപ്പിച്ച ഭക്തിപ്രഭാഷണം, പുഴയോരം കലാസമിതി അവതരിപ്പിച്ച വീരനാട്യം, ഭൂമിക കാട്ടിലയ്യപ്പൻ അവതരിപ്പിച്ച തിരുവാതിരക്കളി, തുടർന്ന് ആദിനാഥം ഭജൻസ് അവതരിപ്പിച്ച കരോക്കെ ഗാനമേള എന്നിവയും ഉണ്ടായി. എല്ലാ ദിവസവും ഉത്സവാഘോഷത്തിന് അനുബന്ധിച്ച് എല്ലാ ദിവസവും ചുറ്റുവിളക്കും നിറമാലയും ഉണ്ടായിരിക്കും. അതുപോലെ അയ്യപ്പവിളക്ക് പാലക്കൊമ്പ് പറക്കുന്ന പ്രദേശത്തേക്ക് എഴുന്നള്ളി അവിടുന്ന് പാലക്കൊമ്പുമായി തിരിച്ച് അമ്പലത്തിലെത്തിച്ചേരുന്നതാണ്. തുടർന്ന് അയ്യപ്പവിളക്ക്, വെട്ടംതടവ്, തിരുവഴിച്ചിൽ, വിവിധ പരിപാടികൾ ആയിട്ട് ഉണ്ടാകുന്നതാണ്. ഈ വർഷത്തെ ഉത്സവത്തോടനുബന്ധിച്ച് ഉത്സവം കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ ഊട്ടുപുര നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. അതിലേക്ക് എല്ലാ നല്ലവരായ ഭക്തജനങ്ങളും സഹായിക്കണമെന്ന് ആഘോഷ കമ്മിറ്റിയുടെ പേരിൽ അഭ്യർത്ഥിക്കുന്നു. ക്ഷേത്രത്തിൽ നടന്ന വിശദീകരണ യോഗത്തിൽ ക്ഷേത്രം ട്രഷറർ P. മുകുന്ദൻ,
പ്രസിഡന്റ് VM ശിവദാസ്, സെക്രട്ടറി PC വിശ്വനാഥൻ, കമ്മിറ്റി പ്രസിഡന്റ് P വിജയൻ, ഉത്സവ കമ്മിറ്റി സെക്രട്ടറി V ഉണ്ണികൃഷ്ണൻ, എക്സിക്യൂട്ടീവ് അംഗം G അരവിന്ദാക്ഷൻ എന്നിവർ പങ്കെടുത്തു. CCN ചെത്തല്ലൂർ. കാഴ്ച പരിമിതർക്കായി ശ്രീകൃഷ്ണപുര VT ഭട്ടതിരിപ്പാട് കോളേജിലെ വിദ്യാർത്ഥികൾ സോഫ്റ്റ്വെയർ പുറത്തിറക്കി. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ കോളേജിൽ വെച്ച് നടന്ന ചടങ്ങിൽ സോഫ്റ്റ്വെയർ പ്രകാശനം നിർവഹിച്ചു. വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിരുചികളുള്ള നമ്മുടെ സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക്, സമൂഹത്തിൽ ഇത്തരം മേഖലയിൽ ഇടപെടുന്നവർക്ക് അവർക്ക് പ്രോത്സാഹനം നൽകാനും ശരിയായ മാർഗനിർദ്ദേശം നൽകാനും ഇനിയും ഒട്ടേറെ സമൂഹത്തിന് ഗുണം ലഭിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ വികസിപ്പിക്കാനും സെന്ററോണയ്ക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്ക് ഒരു മെന്ററായി ഗൈഡ് ചെയ്യാൻ ഒരു സംഘം ഉണ്ടാവുക, അവരുടെയൊക്കെ സഹകരണത്തോടെ നമുക്ക് മെച്ചപ്പെട്ട സമൂഹത്തിന് ഗുണമുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള സോഫ്റ്റ്വെയർ വികസിപ്പിക്കുക എന്നത് വളരെ വളരെ അവരുടെ ജീവിതത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷകരമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഇന്ന് നമ്മുടെ മാറിയ കാലവും ലോകവും ഒക്കെ പരിശ്രമിക്കുന്നത് പരിമിതികളെ സാധ്യതകളാക്കി മാറ്റാനാണ്. നമുക്കറിയാം, 25 വർഷം മുമ്പ് കണ്ണു കാണാത്ത പരിമിതിയുള്ളവരെ സഹാനുഭൂതിയോടെയും സ്നേഹത്തോടെയും അല്ല കണ്ടിരുന്നത്. അവരെയെല്ലാം വളരെ വളരെ മോശമായ പദപ്രയോഗങ്ങളിലൂടെ പരിഹസിക്കുക ചെയ്തിരുന്നത്. കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസിലെ MSc 2021-2023 ബാച്ച് വിദ്യാർത്ഥികൾ കാഴ്ച പരിമിതരായ കുട്ടികളുടെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കായി വികസിപ്പിച്ച 5ഓളം സ്വതന്ത്ര സോഫ്റ്റ്വെയറുകളാണ് പ്രകാശനം ചെയ്തത്. സെക്കൻഡ് വിൻഡോയിൽ ബ്രെയിൽ ട്രാൻസ്ലേഷൻ ആയിട്ട് വരും. കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം മേധാവി IN ശുഭ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സരിത നമ്പൂതിരി അധ്യക്ഷയായി. സർവശിക്ഷ കേരള ജില്ലാ പ്രോജക്ട് ഓഫീസർ കൃഷ്ണകുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായി. മുൻ KFB പ്രസിഡന്റ് KS സത്യശീലൻ, KFB ജില്ലാ പ്രസിഡന്റ് ചന്ദ്രമോഹൻ, നളിൻ സത്യൻ, P ഹരിദാസ്, ഡോക്ടർ സന്ദീപ് നാരായണൻ, നോബിൽ മേരി ചാക്കോ, മുകുന്ദൻ അണ്ണാമലൈ, ഗോകുൽ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിന് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ജ്യോതി JN നന്ദിയും പറഞ്ഞു. കാഴ്ച പരിമിതരായ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളുടെ പ്രദർശനവും നടന്നു. CCN കടമ്പഴിപ്പുറം. പെരിന്തൽമണ്ണ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. ഏലംകുളം പഞ്ചായത്ത് പ്രസിഡന്റും DCC സെക്രട്ടറിയുമായ സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. ആലിപ്പറമ്പ്, താഴേക്കോട്, പുലാമന്തോൾ, ഏലംകുളം മണ്ഡലങ്ങൾ സംയുക്തമായാണ് മാർച്ച് നടത്തിയത്. പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് TK രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. താഴേക്കോട് മണ്ഡലം പ്രസിഡന്റ് ഓങ്ങല്ലൂർ ഹമീദ്, ഏലംകുളം മണ്ഡലം പ്രസിഡന്റ് ഹുസൈൻ മാടാല, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഹാരിസ്, INTUC യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് TK സദക്ക എന്നിവർ പ്രസംഗിച്ചു. AJ സണ്ണി സ്വാഗതവും TS രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ ശാന്തപുര യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി സേതാലി വലമ്പൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തയ്യൽ തൊഴിലാളി സിന്ദാബാദ്, ശാന്തപുരം യൂണിറ്റ് സിന്ദാബാദ്, ശാന്തപുരം നോർത്ത് സിന്ദാബാദ്, അഭിവാദ്യങ്ങൾ. യൂണിയൻ ജില്ലാ ട്രഷറർ PT അബൂബക്കർ യൂണിറ്റ് ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. വെൽഫെയർ പാർട്ടി ശാന്തപുരം നോർത്ത് യൂണിറ്റ് പ്രസിഡന്റ് ഉസ്മാൻ, കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് 13ാം വാർഡ് മെമ്പർ PK അബ്ദുസലാം തുടങ്ങിയവർ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. CPM ചൂരക്കോട് ബ്രാഞ്ച് ഓഫീസായ EMS സ്മാരകം ഈ മാസം 21-ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കാൻ വിളയൂർ കോട്ടയിൽ രാമനുണ്ണി കമലൻ ദമ്പതികൾ സൗജന്യമായി 80 സെന്റ് ഭൂമിയുടെ കൈമാറ്റവും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CPIM വല്ലപ്പുഴ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിൽ നിർമ്മാണം പൂർത്തീകരിച്ച ചേരിക്കല്ല് ബ്രാഞ്ച് ഓഫീസായ EMS സ്മാരകം 21-ന് വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് ചെർപ്പുളശ്ശേരി ഏരിയ സെക്രട്ടറി K നന്ദകുമാറിന്റെ അധ്യക്ഷതയിൽ പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വല്ലപ്പുഴ നിവാസികളുടെ, പ്രത്യേകിച്ച് ചേരിക്കല്ല് നിവാസികളുടെയും സഖാക്കളുടെയും താഴെത്തട്ടിലുള്ള തൊഴിലാളി വർഗത്തിൻ്റെയും കർഷകരുടെയും ഒരു ചിരകാല അഭിലാഷമാണ് ചേരിക്കല്ല് പ്രദേശത്ത് ഒരു പാർട്ടി ഓഫീസ് എന്നുള്ളത്. ആ സ്വപ്നം ഈ വ്യാഴാഴ്ചത്തോടുകൂടി ഞങ്ങൾക്ക് സബലീകരിക്കപ്പെടാണ്. അതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ഈ നാടിന് തന്നെ അഭിമാനമായിക്കൊണ്ട് ചൂരക്കോട്ടിൽ പരേതരായ അയ്യപ്പൻ ദേവകി ദമ്പതികളുടെ മകളായ വിളയൂർ കോട്ടയിൽ കമലാദേവിയും അവരുടെ ഭർത്താവ് രാമനുണ്ണേട്ടനും
അവരുടെ മക്കളും കൂടി അവർക്ക് ചൂരക്കോട് പ്രദേശത്ത് കുടുംബസ്വത്തായി ലഭിച്ച ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന 80 സെൻറ്റ് സ്ഥലം പാവപ്പെട്ട സ്വന്തമായി വീട് വയ്ക്കാൻ ഭൂമിയില്ലാത്ത ആളുകൾക്ക് സൗജന്യമായി നൽകുന്ന ചടങ്ങും കൂടി ഈ അവസരത്തിൽ ഉണ്ട്. ചടങ്ങിൽ വെച്ച് ചൂരക്കോട്ടിൽ അയ്യപ്പൻ ദേവകി ദമ്പതിമാരുടെ മകൾ കമലവും ഭർത്താവ് വിളയൂർ കോട്ടയിൽ രാമനുണ്ണിയും ചേർന്ന് തങ്ങൾക്ക് കുടുംബസ്വത്തായി ലഭിച്ച വല്ലപ്പുഴ ചേരിക്കല്ല് പ്രദേശത്തുള്ള 80 സെന്റ് സ്ഥലം സൗജന്യമായി അർഹരായ പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കുന്നതിനായി പാർട്ടിയെ ഏൽപ്പിക്കും. ഏതായാലും നല്ല കാര്യമായിരിക്കും. നമുക്ക് കുറച്ച് സ്ഥലം അവിടെ ഉണ്ടായിട്ട് എന്തായാലും ഈ പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ വെച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മക്കളോട് ചോദിച്ചു, അവരൊക്കെ സമ്മതിച്ചു, എല്ലാവർക്കും സമ്മതമാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് അത് അങ്ങനെ തീരുമാനിച്ചത്. പിന്നെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം നമ്മുടെ നേതാവായിട്ടുള്ള ഞാൻ കുട്ടിക്കാലം മുതൽക്ക് തന്നെ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നവരും അതിൻ്റെ തത്വശാസ്ത്രം ഏറെക്കുറെ വായിച്ചിട്ടുള്ള ആൾക്കാർ അതുകൊണ്ട് തന്നെ EMS സ്വന്തം സ്വത്ത് മുഴുവനെ പാർട്ടിക്ക് കൊടുത്തിട്ട് പാർട്ടി കൊടുക്കുന്ന അത് അയാൾ ചിലവാക്കി കൊണ്ടിരുന്നു. എന്നമാതിരി നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ഷർട്ട് ഇടാതെ നടന്നിരുന്നത്. അതിന് പ്രധാന കാരണം എന്താണ്? നമ്മുടെ ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാർക്ക് ഷർട്ട് ഇടാനോ വസ്ത്രം ധരിക്കാനോ കഴിവില്ല. അതുകൊണ്ട് ഞാൻ ഇടില്ല എന്ന് പറഞ്ഞ നാടാണ് നമ്മൾ. അങ്ങനെ ആ ഒരു പാരമ്പര്യം പിന്നെ നമ്മുടെ പല ആൾക്കാരും ഇങ്ങനെ കൊടുക്കുന്നത് കണ്ടു. അതിൽ ഇവിടെ നമ്മുടെ ഈ പട്ടാമ്പി കോളേജിൽ അധ്യാപകനായിരുന്ന ഒരാൾ ലാസ്റ്റിലേക്ക് കൊടുത്തു. ഭൂരേഖകൾ പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഏറ്റുവാങ്ങും. ഭാരവാഹികളായ MK ദേവദാസ്, P സന്തോഷ്, സുദീപ് കുമാർ, അംഗങ്ങളായ CK ബാബു, E യമുന ദേവി, കോട്ടയിൽ രാമനുണ്ണിയുടെ മകൻ KR ബെന്നി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CCN പട്ടാമ്പി. ഇനി നിരീക്ഷിച്ചും പരീക്ഷിച്ചും ശാസ്ത്ര പഠനം എളുപ്പമാക്കാം. നടുവട്ടം ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അത്യാധുനിക സാങ്കേതിക ഉപകരണങ്ങളുമായി ടെസ്ല സയൻസ് പാർക്ക് സജ്ജമാക്കിയത്. വായനയിലൂടെ മനസ്സിലാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ശാസ്ത്ര പരീക്ഷണങ്ങൾ നേരിട്ട് കണ്ട് പഠിക്കുന്നതിനുള്ള ശാസ്ത്ര പാർക്കാണ് പട്ടാമ്പി നടുവട്ടം ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയത്. 5, 6, 7 ക്ലാസുകളിലെ സയൻസ് പാഠഭാഗങ്ങൾ പരീക്ഷണങ്ങൾ ചെയ്തും നിരീക്ഷിച്ചും കളിയിലൂടെയും പഠിക്കാൻ തരത്തിലുള്ള ടെസ്ല സയൻസ് പാർക്കിൽ താപം, മർദ്ദം, വൈദ്യുതി, പ്രകാശം, കാന്തം, ചലനം, ജ്യോതിശാസ്ത്രം, ജീവശാസ്ത്രം, രസതന്ത്രം എന്നിവയുമായി ബന്ധപ്പെട്ട 60ഓളം ഉപകരണങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികളിൽ ശാസ്ത്രാഭിരുചിയും ഗവേഷണ താൽപര്യവും വളർത്തുകയാണ് ലക്ഷ്യമിടുന്നത്. നിങ്ങൾക്ക് നേരിട്ട് കണ്ട് നിങ്ങളുടെ പരീക്ഷണങ്ങളിലൂടെ പഠനം എളുപ്പമാക്കുന്നതിനും വേണ്ടി ശാസ്ത്രപോഷിണി ലാബുകളുടെ ഉദ്ഘാടനമാണ് ഇവിടെ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഫിസിക്സ് ലാബിൻ്റെ ഉദ്ഘാടനം നമ്മൾ ജൂൺ മാസത്തിൽ തന്നെ ചെയ്യുകയുണ്ടായി. തുടർന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ബയോളജി ലാബും അതോടൊപ്പം തന്നെ കെമിസ്ട്രി ലാബും കിട്ടി. അതോടൊപ്പം UP കുട്ടികൾക്ക് മാത്രമായിട്ട് വേറെ ഒരു ലാബും നിങ്ങൾക്ക് തുറന്നു തന്നിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികളുടെ പഠനത്തിലെ ഓരോ തലങ്ങളും വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങളിലും ഇടപെടുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ സ്കൂളിൽ നല്ല കെട്ടിടങ്ങൾ വന്നു കഴിഞ്ഞു. ഹയർ സെക്കൻഡറിക്കാർക്കുള്ള കെട്ടിടം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പഠന മേഖലയിൽ ഇടപെടൽ ഇപ്പോൾ HM വന്നതിന് ശേഷം വളരെ വിപുലമായ രീതിയിലാണ് നിങ്ങൾക്ക് ഓരോ സൗകര്യങ്ങൾ ഒരുക്കി തരുന്നത്. അത്യാധുനിക രീതിയിലുള്ള പരീക്ഷണ സാമഗ്രികൾ ലാബിലുണ്ട്. 6ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് ലാബിലെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഏതു പരീക്ഷണവും നടത്താനാകും. CCN പട്ടാമ്പി. പ്രവർത്തകർക്ക് നേരെയുള്ള പോലീസ് അക്രമത്തിനെതിരെ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഷൊർണൂരിലും പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പോലീസ് സ്റ്റേഷന് സമീപം മാർച്ച് തടഞ്ഞു. DCC സെക്രട്ടറി ഷൊർണൂർ വിജയൻ ഉദ്ഘാടനം ചെയ്തു.
പോലീസ് സ്റ്റേഷന് സമീപം മാർച്ച് തടഞ്ഞു. DCC സെക്രട്ടറി ഷൊർണൂർ വിജയൻ ഉദ്ഘാടനം ചെയ്തു. അരിക്കൊമ്പൻ എന്നൊരു ആനയുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. വലിയ പ്രശ്നക്കാരനായിരുന്നു. അരിക്കൊമ്പൻ ഈ രാജ്യത്തെ റേഷൻ കടകളിലെ അരികൾ മോഷ്ടിച്ച് അരികളില്ലാതെയാക്കി. അരിക്കൊമ്പൻ ആളുകളുടെ വീടുകൾ തകർത്ത് വീടുകൾ ആക്രമിച്ചു. അരിക്കൊമ്പനെ കൊണ്ട് ജീവിക്കാൻ സ്വൈര്യമില്ലാതെ അവസാനം ഫോറസ്റ്റുകാർ വന്ന് ഒരു വണ്ടിയിൽ കയറ്റി നാട് കടത്തിയതുപോലെയാണ് പിണറായി വിജയൻ ഇന്ന് ഒരു കണ്ണാടിച്ചിലുള്ള കൂട്ടിൽ കയറി പിണറായി വിജയനും കുറെ മന്ത്രിമാരും കാട്ടുമൃഗങ്ങളെ പോലെ അടച്ചിട്ട വണ്ടിക്കുള്ളിൽ ഒളിച്ചോടുകയാണ്. ആ ഒളിച്ചോട്ടത്തിനെതിരെയുള്ള പോരാട്ടമായി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ചോദ്യം ചെയ്യാൻ ഇറങ്ങിയാൽ പഴയ ജമ്മിത്ത മനോഭാവം വെച്ച്, പഴയ ഗുണ്ടാ മനോഭാവം വെച്ച് പോലീസും ഗുണ്ടകളും CPMന്റെ SFIക്കാരെന്ന് പറയുന്ന ഗുണ്ടകളും ചേർന്ന് ഞങ്ങളുടെ പ്രവർത്തകരെ അടിച്ചൊതുക്കാൻ ഞങ്ങൾ വെല്ലുവിളിക്കുക. ബ്ലോക്ക് പ്രസിഡന്റ് TK ബഷീർ അധ്യക്ഷനായി. VKP വിജയനുണ്ണി, K കൃഷ്ണകുമാർ, VK ശ്രീകൃഷ്ണൻ, TY ഷിഹാബുദ്ദീൻ, TH ഫിറോസ് ബാബു, N മോഹൻദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. CCN ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നവകേരള സദസ് യാത്രയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയുള്ള പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് പോലീസ് സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു. കിഴൂർ മലയിലെ വൻ വാറ്റുകേന്ദ്രം ചെർപ്പുളശ്ശേരി എക്സൈസ് നശിപ്പിച്ചു. 220 ലിറ്ററിന്റെ 2 ബാരലുകളിലായി സൂക്ഷിച്ചിരുന്ന 400 ലിറ്ററോളം വാഷാണ് നശിപ്പിച്ചത്. മദ്യപിച്ച് വാഹനമോടിച്ചതിന് ലോറി ഡ്രൈവർക്കെതിരെ നാട്ടുകൽ പോലീസ് കേസെടുത്തു. അകളി പുളിയറ സ്വദേശി അനന്തുവിനെതിരെയാണ് കേസ്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.